بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജനിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമികമായി ആ രക്ഷിതാക്കൾ പാലിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെയായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അതോടനുബന്ധമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. ഇസ്ലാമികമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുൻ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഖിതാൻ എന്ന് അറബിയിൽ പ്രയോഗിക്കുന്ന ചേലാകർമ്മം എന്ന് മലയാളത്തിൽ മൊഴിമാറ്റം നടത്തപ്പെടുന്ന ആ പ്രധാനപ്പെട്ട കാര്യം. അതായത് ആൺകുട്ടികളുടെ ലിംഗാഗ്ര ചർമ്മം അത് നീക്കം ചെയ്യുക എന്നുള്ളതാണല്ലോ ചേലാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയെ നീ പിൻപറ്റുക എന്ന കൽപ്പന, സുമ്മ ഔഹൈന ഇലൈക അൻ ഇത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ, താങ്കൾക്ക് പിന്നീട് നാം ബോധനം നൽകി ഇബ്രാഹീമിന്റെ മാർഗത്തെ താങ്കൾ പിൻപറ്റുക എന്ന്. ആ ഇബ്രാഹീമി സരണിയിൽ മാർഗത്തിൽപ്പെട്ട ഒരു സമ്പ്രദായം തന്നെയായിരുന്നു ചേലാകർമ്മം നിർവഹിക്കുക എന്നുള്ളത്. ശുദ്ധമായ ഒരു പ്രകൃതിയുടെ തേട്ടമാണത്. മനുഷ്യനിൽ ഒരു വൃത്തിയുടെ ഭാഗം കൂടിയായിട്ടാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തതന ഇബ്രാഹീം അലൈഹിസ്സലാം ബഅദ 80 സന വഖ്തതന ബിൽ ഖദ്ദൂം. ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാം കാണുന്ന ഹദീസാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള നിർദ്ദേശമുണ്ടായത് 80 വയസ്സിന്റെ ശേഷമാണ്. 80 വയസ്സിന്റെ ശേഷമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചേലാകർമ്മം നടത്തിയത്. വഖ്തതന ബിൽ ഖദ്ദൂം, ഈ ഖദ്ദൂം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ് എന്നതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. അദ്ദേഹം ചേലാകർമ്മം നടത്തി. ഒന്ന്, ബിൽ ഖദ്ദൂം, അതിനു വേണ്ടി അന്ന് ഉപയോഗപ്പെടുത്തിയ ആ ആയുധമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ് ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വ്യാഖ്യാനം വഖ്തതന ബിൽ ഖദ്ദൂം എന്ന് പറഞ്ഞാൽ അത് ഷാമിലുള്ള അഥവാ ഇന്നത്തെ സിറിയയിലുള്ള, അന്നത്തെ ഷാം എന്നറിയപ്പെടുന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. ആ ഖദ്ദൂം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കൃത്യം നിർവഹിച്ചത് എന്ന് ഒരു അഭിപ്രായവും ഉണ്ട്.
എന്തായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാര്യം അള്ളാഹുവിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ഉടനെ തന്നെ മഹാനവറുകൾ അത് നിർവഹിക്കുകയുണ്ടായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇത് നമ്മൾ അറിയേണ്ടത്, ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത് സുന്നത്ത് കല്യാണം എന്നാണ്. സുന്നത്ത് കഴിക്കാനാണ് പറയാറുള്ളത്. വാസ്തവത്തിൽ എന്താണ് ഇതിന്റെ വിധി? ഇത് സുന്നത്ത് എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ സുന്നത്താണോ അതോ നിർബന്ധമാണോ? പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഖ്റബുൽ അഖ്വാൽ, ആ അഭിപ്രായങ്ങളിൽ ഏറ്റവും സത്യത്തോടടുത്ത് നിൽക്കുന്നത് അന്നഹു വാജിബുൻ, അത് നിർബന്ധമാണ്, അത് നിർബന്ധമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചര്യകളിൽപ്പെട്ടതുമാണത്. മാത്രമല്ല, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ വൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ആ വൃത്തി അവന്റെ നിസ്കാരവും അവന്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടതാണല്ലോ. മാത്രമല്ല, അവന്റെ ശാരീരികമായി തന്നെ അവന്റെ ലൈംഗികാവയവത്തിലുള്ള മ്ലേച്ഛതകൾ നീക്കം ചെയ്യുവാനും അതുപോലെ തന്നെ അവിടെ നജസ്സുകൾ അഥവാ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വൃത്തിഹീനമായി തീരാതിരിക്കുവാനുമെല്ലാം അവന്റെ ശാരീരികമായ വൃത്തിയുടെ ഭാഗമായി കൊണ്ടാണ് ഇസ്ലാം അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ, അവന്റെ നിസ്കാരം, മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇത് അനിവാര്യമാണല്ലോ, അവന്റെ ശാരീരികമായ ശുദ്ധി. അതുകൊണ്ട് ഇത് കേവലം ഒരു ഐച്ഛികമായ സുന്നത്തെന്ന് പറഞ്ഞുകൂടാ, അത് നിർബന്ധം തന്നെയാണ് എന്നതാണ് സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വീക്ഷണം എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ തന്നെയും ഇത് നിർബന്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ 3 ഘട്ടങ്ങളിൽ അത് അതിന്റെ നിർബന്ധ സ്വഭാവത്തിൽ നിന്ന് പോകും, അഥവാ അത് നിർബന്ധമാവില്ല. 3 സാഹചര്യങ്ങളിൽ ഒഴികെ മറ്റെല്ലാ ഘട്ടങ്ങളിലും ഇത് നിർവഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. എന്താണ് ഒന്നാമത്തെ സാഹചര്യം? അതായത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ മഖ്തൂനായ നിലക്കാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ, അഥവാ നീക്കം ചെയ്യേണ്ടുന്ന ലിംഗാഗ്ര ചർമ്മം ഒരു കുഞ്ഞിനില്ല, ആ നിലക്ക് കണ്ടാൽ സുന്നത്ത് കഴിച്ചതുപോലെ തന്നെയുണ്ട്, അങ്ങനെ ഒരു ലിംഗാഗ്ര ചർമ്മം ഇല്ലാത്ത നിലക്കാണ് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ പിന്നെ അവിടെ ഇനി ഒന്നും മുറിച്ചു നീക്കാനും ഛേദിക്കാനും ഒന്നുമില്ലല്ലോ. പിന്നെ അവിടെ സുന്നത്ത് അതല്ലെങ്കിൽ ചേലാകർമ്മം നടത്തുന്നതിന് അർത്ഥമില്ലല്ലോ. ഇത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ നിലക്കാണ്, അഥവാ അങ്ങനെ തന്നെയാണ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ പിന്നെ അവിടെ ഒരു ഓപ്പറേഷന്റെ അതല്ലെങ്കിൽ അവിടെ ഒരു കട്ടിംഗ് നടത്തേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. രണ്ടാമത്തത് ഇദാകാന ദഈഫൻ, അഥവാ ഈ വ്യക്തി വളരെ ദുർബലനാണ് ആരോഗ്യപരമായി, ഒരു ചേലാകർമ്മം നടത്തിയാൽ പോലും ആ വ്യക്തിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കുവാനും അയാളിൽ ബ്ലീഡിംഗ് നിൽക്കാതെ പ്രത്യേകമായ രൂപത്തിലുള്ള അപകടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നപ്പെടുന്ന ഘട്ടങ്ങളിലും അയാളെ സംബന്ധിച്ചിടത്തോളവും ഇത് നിർബന്ധമല്ല. മൂന്നാമത്തത് ഫീമാ ലൗ മാത ഫലാ മഅനാ ലിൽ ഖിതാനി ഹീനഇദിൻ, മൂന്നാമത്തെ ഘട്ടം അതാണ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു, പക്ഷേ ആ കുഞ്ഞ് ചേലാകർമ്മം നടത്തപ്പെടുന്നതിന്റെ മുമ്പേ കുഞ്ഞങ്ങ് മരിച്ചുപോയി, കുട്ടി മരിച്ചുപോയി. ജനിച്ചു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 1 വയസ്സൊക്കെ ആയി, പക്ഷെ ചേലാകർമ്മം ചെയ്തിട്ടില്ല. അപ്പൊ എങ്കിൽ ആ മയ്യത്തിന്റെ മേലെ ഇനി ഇത് മുറിക്കണോ? വേണ്ട. അപ്പൊ പിന്നെ അതിന്റെ ആ നിർബന്ധ സ്വഭാവം നീങ്ങുകയാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലല്ലാത്ത, അഥവാ ആ നിലയ്ക്ക് തന്നെ പ്രസവിക്കപ്പെട്ട കുഞ്ഞ്, രണ്ടാമത്തത് ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ലിംഗാഗ്ര ചർമ്മം ആ ഓപ്പറേഷൻ കട്ടിംഗ് നടത്തിക്കഴിഞ്ഞാൽ എന്ന് ഒരു കൃത്യമായ ഡോക്ടർ അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിൽ, മൂന്നാമത്തത് ഒരു കുഞ്ഞ് മരിച്ചു, പക്ഷേ ആ കുഞ്ഞിന്റെ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ കുഞ്ഞിന് ചേലാകർമ്മം നടത്തിയിട്ടേ ഇനി ജനാസ കൊണ്ടുപോയി മറമാടാവൂ എന്ന നിയമം ഇല്ല. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് നിർബന്ധ സ്വഭാവത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഇളവായി, അഥവാ അത് വേണ്ടതില്ല എന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഇത്തരം സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ ഇതിന്റെ നിർബന്ധമായ വിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എപ്പോഴാണിത് നിർവഹിക്കേണ്ടത്. ആളുകൾക്കിടയിൽ പലപ്പോഴും
പല ചർച്ചകളും നടക്കാറുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ ആദ്യകാലങ്ങളിലൊക്കെ വളരെ വൈകിയാണ് ചേലാകർമ്മത്തിന് കുട്ടികൾ വിധേയമാക്കപ്പെടാറുള്ളത്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലം ആലോചിച്ചു നോക്കിയാൽ ഇന്നൊക്കെ നേരത്തെ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന സമ്പ്രദായം നടത്തപ്പെടാറുണ്ട്. എന്നാൽ കുറെ കാലങ്ങൾ, അത്ര അധികം കാലഘട്ടങ്ങളിലേക്ക് പോകേണ്ടതില്ല, പഴയ കാലങ്ങൾ നമ്മൾക്ക് ഓർമ്മയുള്ള കാലങ്ങളിൽ നോക്കിയാൽ തന്നെ മദ്രസയിൽ ചേർക്കാവുന്ന ഒരു പ്രായത്തിലൊക്കെ എത്തുമ്പോഴത് ചെയ്യുക. 4-5 വയസ്സ് അല്ലെങ്കിൽ മദ്രസയിലൊക്കെ ചേർക്കേണ്ട ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ 6-ാം വയസ്സിൽ, ചിലപ്പോൾ മദ്രസയിൽ ചേർത്തിട്ടും 2-ാം ക്ലാസ്സിൽ നിന്നൊക്കെ 7-ാം വയസ്സിൽ ഒക്കെയാണ് ഇത് ചെയ്യുക. അപ്പൊ അങ്ങനെ പല ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഇത് നിർവഹിക്കേണ്ടത്? ഇസ്ലാമികമായിട്ട് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞു നൽകിയിട്ടുള്ള മതവിധികളിൽ നമുക്ക് കാണാം, ലൈസ ഹുനാക വഖ്തുൻ മുഹദ്ദദുൻ ലിൽ ഖിതാൻ. ചേലാകർമ്മത്തിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയണൽ മഖ്സൂദുൽ അഅ്ളം ഹുവ മാ യതഅല്ലഖു ബിത്ത്വഹാറ. അയാളുടെ ശാരീരികമായ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി എത്തിയാലാണല്ലോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മതശാസനകൾ സ്വയം തന്നെ ബാധകമാവുക. പ്രായപൂർത്തിയായി കഴിയുമ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ നിസ്കാരം ആ കുട്ടിക്ക് നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകളൊക്കെ ആ വ്യക്തിക്ക് തന്നെ നിർബന്ധമാകുന്നത് ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകുമ്പോഴാണല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രായപൂർത്തിയുടെ സമയം എത്തുന്നതിന്റെ മുമ്പേ ചെയ്തിരിക്കണം. ഇതാണ് പണ്ഡിതന്മാർ അതിൽ വളരെ കൃത്യമായി തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രായപൂർത്തിയാവാൻ കാത്തു നിൽക്കരുത്, അതിന്റെ മുമ്പേ ചെയ്യേണ്ടുന്ന കാര്യമാണിത് എന്നാണ്. എന്നാൽ ചേലാകർമ്മത്തിന്റെ സമയം നിശ്ചയിച്ചുകൊണ്ട് അത് ഇത്ര ഇന്ന ദിവസത്തിൽ അല്ലെങ്കിൽ ഇത്ര പ്രായത്തിൽ എന്നൊക്കെ പറയുന്ന ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും പ്രബലങ്ങളല്ല എന്നതാണ് ഹദീസ് നിരൂപക ശാസ്ത്രത്തിൽ വളരെ കൃത്യമായി തന്നെ അവലോകനം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാവിന് തീരുമാനിക്കാം തന്റെ കുഞ്ഞിനെ എപ്പോ ഈ ചേലാകർമ്മം നടത്തണം. പ്രസവിച്ച് അത് പിറ്റേ ദിവസം തന്നെ വേണോ? നടത്താം. ഇനി 7ന്റെ അന്ന് പ്രസവിച്ച കുഞ്ഞിന്റെ 7ന്റെ അന്ന് തന്നെ ആവണോ? സൗകര്യമാണ്. കാരണം പലപ്പോഴും അങ്ങനെ ഒരു സൗകര്യങ്ങൾ ഉണ്ടെന്ന്. പണ്ട് ചേലാകർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഓർമ്മയും പ്രായവും പക്വതയും ഏതാണ്ടൊക്കെ ഏതാണ്ട് കുട്ടികളുടെ 6-7 വയസ്സിൽ ചെയ്യുമ്പോൾ ഈ ആളുകൾക്കത് ഭയങ്കര പേടിയാണ്. മാത്രല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ പലപ്പോഴും ഇന്ന് മിക്ക ആളുകളും നേരത്തെ തന്നെ അത് ചെയ്യാനുള്ളൊരു കാരണം പലപ്പോഴും ഇത്തരം കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തിൽ കുറച്ച് എളുപ്പമുണ്ട്. അതായത് 7ന്റെ അന്നോ 14ന്റെ അന്നോ ഒക്കെ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വെറുതെ മലർന്നു കിടക്കുന്ന ഒരു പ്രായ, കമിഴ്ന്നു കിടക്കുന്ന സമയമായ പിന്നെ മുറിവ് നോക്കണം. കമിഴ്ന്നു കിടക്കും കുട്ടി, ഇപ്പൊ മുറിവിലാകും. നേരെ മറിച്ച് ആ മലർന്നു കിടക്കുന്ന പ്രായം, കുഞ്ഞിന്റെ കൈ അങ്ങോട്ടെത്തില്ല, കുഞ്ഞിന്റെ കൈ ഇങ്ങനെ പിടിക്കുന്ന പ്രായമാണ്, കൈ അങ്ങോട്ടെത്തില്ല, കാലുകൊണ്ടും ഒന്നും ചെയ്യാൻ വഴിയില്ല, മലർന്ന് നേരെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല സൗകര്യമുള്ളൊരു സമയമാണ് എന്ന നിലക്കാളുകൾ നേരത്തെ ചെയ്യുന്നു. ഇന്ന് 7ന്റെ അന്ന് പ്രസവിച്ച് 7ന്റെ അന്ന് തന്നെ ചേലാകർമ്മം നിർവഹിക്കുന്ന സമ്പ്രദായമുണ്ട്, വിരോധമില്ല. അപ്പൊ 7നെ ആകാവൂ അല്ലെങ്കിൽ 7ന് തന്നെ ആകുന്നതിൽ പ്രത്യേക പുണ്യം എന്നൊന്നുമില്ല. അതൊക്കെ ഒരു രക്ഷിതാവിന് തന്റെ കുഞ്ഞിനെ എപ്പോ ചേലാകർമ്മം നിർവഹിക്കലാണ് അദ്ദേഹത്തിന് യുക്തമായി തോന്നുന്നതെങ്കിൽ തന്റെ കുഞ്ഞിന്റെ ആരോഗ്യ നിലവാരവും കാര്യങ്ങളും തന്റെ സൗകര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു രക്ഷിതാവിന് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. പണ്ഡിത ലോകത്തോട് ഈ വിഷയത്തിൽ ഇതിന് പ്രത്യേകമായ പ്രായപരിധി ഉണ്ടോ എന്ന് ലജ്നത്തു ദായിമയോട് ഫത്വ ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി വല്ലംറു ഫീ ദാലിക വാസിഉൻ. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സമയവും കാര്യമൊന്നുമില്ല, അതൊക്കെ വിശാലമാണ്. ആർക്കും ഏതൊരു രക്ഷിതാവിനും തന്റെ കുഞ്ഞിന്റെ മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് എപ്പോഴാണോ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ അത് നിർവഹിക്കാവുന്നതാണ്. അതാണ് ഇപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇസ്ലാമികമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ അവന്റെ ലൈംഗികാവയവത്തിൽ അഴുക്കുകൾ അടിഞ്ഞുകൂടുന്നത് തടയുവാനും പൂർണ്ണമായ മൂത്രശുചീകരണം സാധിക്കുവാനും അതുപോലെ തന്നെ അവന്റേതായ ഭാവിയിലുള്ള ലൈംഗിക ജീവിതത്തിലെ അവന്റെ ആ ശാരീരികമായ ബന്ധത്തിന്റെ ആ രസം അനുഭവിക്കുന്നതിൽ അവന് പ്രയാസങ്ങളില്ലാതിരിക്കുക പോലെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഇവിഷയകമായി ചർച്ചകൾ പണ്ഡിത ലോകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് ശാസ്ത്രീയമായി തന്നെയും ആരോഗ്യപരമായും പല രൂപത്തിലുള്ള കാര്യങ്ങൾക്കും ചേലാകർമ്മം എന്ന് ചികിത്സയായി പലരും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പല രോഗങ്ങൾക്ക് ഈ ചേലാകർമ്മം ചികിത്സയായി നിർദ്ദേശിച്ചു കൊടുക്കപ്പെടാറുണ്ട്.
അങ്ങനെ ശാസ്ത്രം അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാമികമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളത് അംഗീകരിക്കുന്നു, നമ്മളത് അനുസരിക്കുന്നു. എന്നാൽ ഇത് ബാലപീഡനമാണ്, ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് തീരെ ശാസ്ത്രീയമല്ല, അത് തീരെ ശരിയല്ലാത്തൊരു സംഗതിയാണ് എന്നൊക്കെ ചില യുക്തിവാദികളൊക്കെ പറയുന്നു. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവരതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. ഞങ്ങൾക്കൊരു മനുഷ്യന്റെ ശരീരത്തിലുള്ള അവന്റെ ലിംഗം എന്ന് പറയുന്നത് മൂക്ക് പോലെ, ചെവി പോലെ, കൈ പോലെയൊക്കെയാണ് എന്നാണ്. പിന്നെ ആ പറയുന്ന ചങ്ങായും തന്നെ തുണിയൊക്കെ എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ അത്രയുള്ളൂ യുക്തിവാദികളുടെ യുക്തിബോധം. അവർക്ക് എന്തും ആവാം. അപ്പൊ അവരാണിതൊക്കെ ഇതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന പല ആളുകളുണ്ട്. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളുടെ ഒരു പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആ രൂപത്തിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ള തത്വം എന്നറിഞ്ഞില്ലെങ്കിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒരു സമ്പ്രദായം എന്ന നിലക്ക് നമ്മൾ ആ കാര്യത്തെ ഇസ്ലാമികമായ നിലക്ക് തന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും നടക്കുന്ന ചില ആഘോഷങ്ങളുണ്ട്. സുന്നത്ത് കല്യാണം അതുമായി ബന്ധപ്പെട്ട് കുറെ ഒരുപാട് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി വമ്പിച്ച ഘോഷങ്ങളും തോരണങ്ങളും ഒക്കെയാക്കിക്കൊണ്ട് ചില നാടുകളിലൊക്കെ കാണാറുണ്ട്. അതൊന്നും ആശാസ്യകരമായ കാര്യമല്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകേണ്ടതാണ് എന്ന് തന്നെയാണ് പണ്ഡിത ലോകത്ത് ആ വിഷയങ്ങളിലുള്ള ഫത്വകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഈ ശുദ്ധിയുടെ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ചെറിയ ആൺകുട്ടികളുടെ മൂത്രവും അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളുടെ മൂത്രവും രണ്ടിന്റെയും വിധിയിൽ ഇസ്ലാമികമായി വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഫഖദ് ദല്ലത്തിൽ ഹദീസ്, ഹദീസുകളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം, അറിയിച്ചിട്ടുണ്ട്, ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? അലാ അന്ന നജാസത ബൗലി ദക്കരി സഗീർ, ചെറിയ ആൺകുട്ടികളുടെ മൂത്രം. എങ്ങനത്തെ ചെറിയ ആൺകുട്ടി? അല്ലദീ ലം യഅകുലി ത്വആം, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാത്ത, ഉമ്മയുടെ മുലപ്പാലല്ലാത്ത, മറ്റൊന്നും ആഹരിച്ചിട്ടില്ലാത്ത കുഞ്ഞു ആൺകുട്ടികളുടെ, ആൺ ശിശുക്കളുടെ മൂത്രം, അതിൽ ആ നജസ് അത് പെൺകുട്ടികളുടെ മൂത്രം പോലെ ആ നിലക്ക് കഴുകപ്പെടൽ നിർബന്ധമായ ഒരു നജസല്ല. മറിച്ച് വയക്ഫീഫിഹന്നളുഹു, വെള്ളം കൊണ്ട് കുടഞ്ഞാൽ മതി. അതായത് പാലല്ലാത്ത, ഉമ്മയുടെ മുലപ്പാലല്ലാത്ത, മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത കുഞ്ഞു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയുടെ മൂത്രം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ, വലിയ ആളുകളുടെ മൂത്രം എന്ന് പറയുന്ന നജസ് ആയിക്കഴിഞ്ഞാൽ കഴുകൽ നിർബന്ധമാണല്ലോ. ആ കഴുകൽ നിർബന്ധമാണെന്ന വിധിയിൽ നിന്ന് ഉമ്മയുടെ മുലപ്പാലല്ലാത്ത, മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത കുഞ്ഞു ആൺകുട്ടികളുടെ മൂത്രമായാൽ ഇളവുണ്ട്. കഴുകുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? കഴുകുന്നത് നല്ലത്, കഴിക്കൊള്ളണം എന്നില്ല. എന്തായാലും മതി, അല്പം വെള്ളമെടുത്ത് അതിലേക്ക് തെറിപ്പിച്ചാൽ, കുടഞ്ഞാൽ മതി. ഇത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇത് പെൺകുട്ടിയാണെങ്കിലോ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഉമ്മയുടെ മുലപ്പാലല്ലാത്ത, മറ്റൊന്നും കഴിച്ചിട്ടില്ലാത്ത കുഞ്ഞു മോളാണ്. അതിന്റെ വിധി എന്താണ്? ഫഇന്ന നജാസതഹാ ലൈസത മുഖഫഫ, അതിന് ഈ ഇളവ് ബാധകമല്ല. ഫയജിബു ഫീഹിൽ ഗുസ്ൽ, ആ മൂത്രം കഴുകൽ നിർബന്ധമാണ്. കബൗലിൽ കബീരി വലാ ഫർഖ്, ആ വലിയ ആളുകളുടെ മൂത്രം പോലെ തന്നെ അത് നജസാണ്, വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇതെവിടെ നിന്ന് കിട്ടി ഈ നിയമം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ചിലർ ഞാൻ ഉദാഹരണമായി പറയാം. ഒന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഉത്തിയൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബിയ്യിൻ നുഹന്നികുഹു ഫബാല അലൈഹി ഫഅത്ബഅഹു ബിൽമാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു ബിസബിയ്യിൻ, ഒരു ആൺകുഞ്ഞിനെ. ആ കുട്ടിയെ കൊണ്ടുവരപ്പെട്ടത് എന്തിനാണ്? യുഹന്നികുഹു, കുഞ്ഞിന് മധുരം കൊടുക്കാൻ വേണ്ടി, തഹ്നീക്കിന് വേണ്ടി. എന്താണ് തഹ്നീക്ക്, മധുരം കൊടുക്കൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ
നന്നായി വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ തഹ്നീക്കിന്റെ ആവശ്യാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഒരാൺകുഞ്ഞിനെ കൊണ്ടുവരപ്പെട്ടു. ഫബാല അലൈഹി, ആ കുഞ്ഞ് നബി തങ്ങളുടെ ശരീരത്തിൽ മൂത്രമൊഴിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ഫഅത്ബഅഹു ബിൽ മാഇ, വെള്ളം കൊണ്ട് തുടർത്തി എന്ന് പറഞ്ഞാൽ അല്പം കഴുകിയില്ല, വെള്ളം എടുത്തിട്ട് ആ ഭാഗത്ത് കുടഞ്ഞു, ശുദ്ധീകരണം വരുത്തി. ഒരു സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹാ എന്ന സ്വഹാബി പറയുന്നു അവരുടെ അനുഭവം, അന്നഹാ അത്തത് ബിബിനിൻ ലഹാ സഗീർ, അവരവരുടെ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട്, ശിശുവിനെയും കൊണ്ട്, ആൺകുട്ടിയെയും കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. എങ്ങനത്തെ കുട്ടിയാണ്? ലം യഅ്കുലി ത്വആം, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഈ ചെറിയ ശിശുവിനെയും കൊണ്ട് വന്നപ്പോൾ ഫഅജ്ലസഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹിജ്രിഹി, റസൂലുള്ളാഹി ആ ശിശുവിനെ തന്റെ മടിയിലിരുത്തി. ഫബാല അലാ സൗബിഹി, ആ കുഞ്ഞ് റസൂലുള്ളാഹിയുടെ വസ്ത്രത്തിൽ അങ്ങ് മൂത്രമൊഴിച്ചു. ചെറിയ കുട്ടികളാണല്ലോ, അങ്ങനെ എടുക്കുമ്പോൾ മൂത്രയിക്കുമല്ലോ, അങ്ങനെ മൂത്രയിച്ചു, കുഞ്ഞു മൂത്രയിച്ചു. ഫദഅ ബിമാഇൻ, അല്ലാഹുവിന്റെ റസൂൽ അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫനളഹു, എന്നിട്ട് ആ മൂത്രമായ സ്ഥലത്തേക്ക് തന്റെ വസ്ത്രത്തിലേക്ക് ആ വെള്ളമെടുത്തു കുടഞ്ഞു. വലം യഗ്സിൽഹു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകിയില്ല. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബൗലുൽ ഗുലാമി യുൻദഹു അലൈഹി വബൗലുൽ ജാരിയതി യുഗ്സലു, അതേ ആൺകുഞ്ഞിന്റെ മൂത്രം ഈ പറയുന്ന നിയമങ്ങൾക്കൊത്ത ആൺകുട്ടിയുടെ മൂത്രമാണെങ്കിൽ അതിന്മേൽ വെള്ളം കൊണ്ട് കുടയപ്പെട്ടാൽ മതി, എന്നാൽ പെൺകുഞ്ഞിന്റെ ആണെങ്കിലോ കഴുകപ്പെടേണ്ടതുണ്ട്. ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ അവസരത്തിൽ ഈ കുട്ടിയുടെ ഭക്ഷണം കഴിക്കലാണ് തുടങ്ങിയാലോ ഹുക്മ് മാറി, വിധി മാറി. എന്താ അതിലുള്ള വ്യത്യാസം? അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നു. പിന്നെ ആ രണ്ട് മൂത്രങ്ങളുടെ പ്രത്യേകത, ബന്ധങ്ങൾ, ഇതൊക്കെ പണ്ഡിത ലോകത്ത് പലരും ചർച്ച ചെയ്തിട്ടുണ്ട്, വൈദ്യശാസ്ത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇസ്ലാമികമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിന്റെ വിധി. ഇനിയും നമുക്ക് ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും. ലുബാബ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി അവർ പറയാണ്, കാനൽ ഹുസൈൻ ഇബ്നു അലി ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫബാല അലൈഹി ഫഖുൽതു ലഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലതാ ഹുസൈൻ ഇബ്നു അലി എന്ന പേരക്കുട്ടി അവിടുത്തെ മടിത്തട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ മടിത്തട്ടിൽ ആ കുഞ്ഞു വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചപ്പോൾ ലുബാബത്ത് പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു വസ്ത്രം ധരിച്ചോളൂ, വഅഅ്തിനി സാറക ഹത്താ അഗ്സിലുഹു, അതിങ്ങ് അഴിച്ചു തരൂ, ആ വസ്ത്രം ഇങ്ങ് തരൂ, ഞാൻ കഴുകിത്തരാം. അപ്പൊ അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു, വേണ്ട, കഴുകേണ്ടത് പെൺകുഞ്ഞിന്റെ മൂത്രമാണ്, ആൺകുട്ടിയുടേതാണെങ്കിൽ കുടഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ ഇത് ഇസ്ലാമികമായി അങ്ങനെ ഒരു അളവുണ്ട്. അത്തരം ഒരു കാര്യം ഇസ്ലാം പഠിപ്പിച്ചു തന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ അങ്ങനെ അധികം കാലം ആൺകുട്ടികളാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഇളവിന് സാധ്യതകളില്ല. പണ്ടൊക്കെ ഒരുപാട് കാലം മുലപ്പാല് മാത്രം കൊടുത്തുകൊണ്ട് കുട്ടികളെ വളർത്താറുണ്ട്. ഇന്നിപ്പോ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബേബി ഫുഡിലേക്ക് നീങ്ങും. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് സൗന്ദര്യം നശിക്കും, അല്ലെങ്കിൽ അത് പോകും, അങ്ങട്ടാവും ഇങ്ങട്ടാവും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കുട്ടികൾക്ക് ആ ഒരു കാര്യത്തെ പലതും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കിട്ടാറില്ല. ഏതോ ആവട്ടെ, എത്ര കാലമാണോ ഈ രൂപത്തിലുള്ളതെങ്കിൽ അത്രയും കാലം അവർക്ക് ഇളവുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾക്കിടയിൽ സംശയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ള മറ്റൊരു വിഷയമാണ് ഈ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിക്കാൻ പാടുണ്ടോ? നമ്മുടെയൊക്കെ നാടുകളിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ കുട്ടിനെ കാണാൻ പോവുക എന്നാണ് പറയുക. അതൊരു ചടങ്ങ് വേറെ. 14 പോവുക, 40 പോവുക, 60 പോവുക, 90 പോവുക, അങ്ങനെ കുട്ടിയെ കാണാൻ പോവുക. കുട്ടിയെ കാണാൻ പോകുമ്പോൾ അത് സ്വർണം ധരിപ്പിക്കും. കുട്ടിക്കൊരു വള, അല്ലെങ്കിൽ കുട്ടിക്കൊരു മോതിരം, അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ കാലുമ്മലേക്ക് സ്വർണത്തിന്റെ ഒരു തണ്ട എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പാദസരത്തിന്റെ സ്ഥാനത്ത് ആൺകുട്ടികൾക്ക് ധരിപ്പിക്കുന്ന റൗണ്ടിലുള്ള സാധനം, ഞങ്ങളുടെ നാട്ടിൽ തണ്ട എന്നൊക്കെ പറയും. അങ്ങനെ പല രൂപത്തിലുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള ആഭരണങ്ങൾ ഇങ്ങനെ ഈ ആൺകുട്ടികൾക്ക് ധരിപ്പിക്കാമോ? ആൺകുട്ടികൾക്ക് സ്വർണ്ണ ഹറാമല്ലേ? അപ്പൊ അത് പാടുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ തെളിവുകളോട് കൂടുതൽ യോജിക്കുന്നതും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് തഹ്രീമു ലുബ്സ് ദഹബ് ലിസ്സബി,
ആൺകുട്ടികൾ, ചെറിയ ആൺകുട്ടികളാണെങ്കിൽ സ്വർണം അവർക്ക് ധരിപ്പിക്കാൻ പറ്റൂല. സ്വർണം ആൺകുട്ടികൾക്കാണെങ്കിൽ ധരിപ്പിക്കാൻ പാടില്ല. കാരണം ആണുങ്ങൾക്ക് നിഷിദ്ധമായത് സ്വർണവും പട്ടും. ഒരു കൈയിൽ സ്വർണവും മറുകൈയിൽ പട്ടുവസ്ത്രവും പിടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി. എന്റെ സമുദായത്തിൽ, എന്റെ സമുദായത്തിലുള്ള പുരുഷന്മാർക്ക് ഇത് രണ്ടും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ പട്ടുവസ്ത്രം ധരിക്കലും പുരുഷന് നിഷിദ്ധമാണ്, സ്വർണം ധരിക്കലും പുരുഷന് നിഷിദ്ധമാണ്. അതുകൊണ്ട് അതിൽ ചെറിയവര് വലിയവര് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും അതിൽ പെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? സ്വർണ്ണാഭരണം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ 2 വയസ്സിന്റെ താഴെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും, അങ്ങനെ പണ്ഡിത ലോകത്ത് അഭിപ്രായമുള്ള ആളുകളും ഉണ്ട്. എന്നാൽ ആ അഭിപ്രായത്തിന് അത്ര തെളിവുകളുടെ പിൻബലം നമുക്ക് കാണുവാൻ സാധ്യമല്ല. മാത്രമല്ല, പ്രായപൂർത്തിയായ ഒരു പുരുഷന് നിഷിദ്ധമാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു രക്ഷിതാവ് തന്റെ കുഞ്ഞുങ്ങളെയും അകറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ മദ്യം നിഷിദ്ധമാണല്ലോ, മദ്യം നിഷിദ്ധാണല്ലോ. കുട്ടിയല്ലേ വിചാരിച്ച് കുറച്ച് കുടിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? പാടില്ല. മദ്യം നിഷിദ്ധാണ്. അത് കുഞ്ഞിനും ബാധകമാണ്, ആർക്കാണെങ്കിലും ബാധകമാണ്. പ്രായപൂർത്തിയായ ഒരു പുരുഷന് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കും നിഷിദ്ധം തന്നെയാണ് എന്ന വീക്ഷണമാണ് പണ്ഡിത ലോകത്ത് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ കാണാം, വഖദ് മസ്സഖ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹരീറൻ റആഹു അല ഇബ്നു സുബൈർ. ചെറിയ കുട്ടിയായ അബ്ദുള്ളയുടെ ശരീരത്തിൽ പട്ടുവസ്ത്രം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ചു മനസ്സിലാക്കിയ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ തുൽബിസുഹുൽ ഹരീർ, നിങ്ങൾ അവർക്ക് പട്ട് ധരിപ്പിക്കരുത്. അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് നിഷിദ്ധമായിട്ടുള്ള സ്വർണ്ണാഭരണം കുട്ടികൾക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നതും ഇതേ വിധി തന്നെയാകുന്നു. അതുകൊണ്ട് ഇനി അതിനു വേണ്ടി ആരും കാശ് ചെലവാക്കണ്ട. ആൾക്കാരിങ്ങനെ കുട്ടികളെ കാണാൻ പോവുക, അപ്പോൾ 2 വയസ്സിന്റെ താഴെയില്ലേ, അല്ല 5 വയസ്സ് വരെ. മദ്ഹബ് പലതും പല വീക്ഷണക്കാരാണ്. പ്രായപൂർത്തി ആവോളം അളവ് പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു 10 വയസ്സ് വരെ കൈക്കോട്ടെ, അല്ല മദ്രസ ചേർക്കുന്നത് വരെ കൈക്കോട്ടെ. കാണാനൊരു ഭംഗിയല്ലേ, ഒരു ചെയിന്, ഒരു വളയല്ലേ, ഒരു മോതിരല്ലേ, കുട്ടികളല്ലേ, നമ്മളിപ്പോൾ അത്ര ചെറിയ മക്കളല്ലേ, അതൊന്നൊരു പ്രശ്നമല്ല. ആണ് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളെ നമ്മൾ അതിൻ്റെ അതേ രൂപത്തിൽ തന്നെ കാണുകയാണ് വേണ്ടത്. ഇനി ആർക്കാണ് ഇതിന്റെ കുറ്റം കിട്ടുക? ധരിപ്പിച്ചവർക്ക്. ഈ കുട്ടികളതിന് ഉത്തരവാദിയല്ലല്ലോ. കുട്ടികളെ ധരിപ്പിച്ചു, ആ കുട്ടികൾ കുറ്റക്കാരാണോ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മതശാസന ബാധകമാകുന്നത്, ഒരാണാവട്ടെ പെണ്ണാവട്ടെ, ഒരു ആൾക്ക്, ഒരു മനുഷ്യന് മതശാസന അഥവാ തക്ലീഫ് മതപരമായിട്ട് അവനവന്റെ മേൽ തന്നെ അതിന്റെ ശിക്ഷ രക്ഷ ഒക്കെ ബാധ്യസ്ഥമാകുന്നത് ഏത് പ്രായം മുതൽക്കാണ്? പ്രായപൂർത്തിയായ ഇടം മുതൽ. അതിന്റെ മുമ്പ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ആരാണോ നിർബന്ധിപ്പിക്കുന്നത്, ആരാണോ അത് ചെയ്യിപ്പിക്കുന്നത്, ആരാണോ ചെയ്തു കൊടുക്കുന്നത്, അവർക്കാണ് അതിന്റെ ശിക്ഷ ലഭ്യമാവുക. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, കുട്ടികളെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ധരിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ചെറിയ ശിശുക്കളുടെ കൈത്തണ്ടകളിൽ കാണാം കരിവളകൾ കാണാം, അരയിൽ കറുത്ത ചരടുകൾ. അതുപോലെ തന്നെ ആ ചരടുകൾ തന്നെയും പ്ലാസ്റ്റിക് നിർമ്മിതമായ, അതല്ലെങ്കിൽ മറ്റേതോ വസ്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള ചില പ്രത്യേകമായ വസ്തുക്കളെ കൊണ്ട് കോർത്ത് കാണാം. ആ ചരടുകളിലൊക്കെ ഓരോ മണികൾ കാണാം കറുത്തിട്ട്. എന്താണ് ഈ കറുപ്പിന്റെ പിന്നിൽ? എന്താണ് കരിവള? എന്താണ് ഒരു കറുത്ത പ്രത്യേകമായിട്ട് കരി കൊണ്ടൊരെഴുത്ത്? കുട്ടിയെ കുളിപ്പിച്ച് നന്നായി കണ്ണെഴുതി പിന്നീട് എല്ലാം കൃത്യമായി പൗഡറൊക്കെ ഇട്ട് വെളുപ്പിച്ച് ഒരു കറുത്ത കുത്ത്. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? കണ്ണേറ് തട്ടാതിരിക്കാൻ, കണ്ണേറ് തടുക്കാൻ. കരിവള കണ്ണേറിൽ നിന്ന് രക്ഷക്ക്. ഇത് ലക്ഷ്യമൊന്നുമില്ലാതെ ധരിപ്പിക്കുന്നവരുണ്ട്. കാരണം അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോന്നപ്പോ ചില ആൾക്കാരും ഇങ്ങനെ ധരിപ്പിച്ചു. എനിക്കിത് കണ്ണേറ് തട്ടാതിരിക്കാനൊന്നും അറിയില്ല, അങ്ങനെ ധരിപ്പിച്ചു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കരിവള, അതുപോലെ തന്നെ കറുത്ത ചരട്, അങ്ങനെ പലതും ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് ആ രൂപത്തിൽ, ആ പ്രത്യേകമായ രൂപത്തിൽ. പിന്നെയോ ഏലസുകൾ, മന്ത്രിച്ച നൂലുകൾ,
മന്ത്രിച്ച ചരടുകൾ, ഒരുപാട് കെട്ടുകളിട്ട കുഞ്ഞു ചരടുകൾ കാണാം. ചെറിയ കുട്ടികളുടെ കഴുത്തിൽ താവീസ് കെട്ടിക്കൊടുത്തിട്ടുണ്ടാകും. ഏലസുകൾ, കൈത്തണ്ടയിൽ ഏലസ്, കാലിൽ ഏലസ്, അരയിൽ ഏലസ്. ഏലസുകളുടെ 5 കളികളായിരിക്കും കുട്ടികളിൽ. കുട്ടികളെ ഉറക്കാൻ കിടക്കുന്ന തൊട്ടിലുകളിൽ വരെ നിരനിരയായി ഏലസുകൾ ഇങ്ങനെ തൂക്കിയിട്ട വീടുകളുണ്ടാവും. ശിർക്കൻ പ്രവർത്തനങ്ങൾ, ആ രൂപത്തിലുള്ള തമീമത്തുകൾ, കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി എഴുതിക്കെട്ടുന്ന അത്തരത്തിലുള്ള ഏലസുകൾ ഇസ്ലാം വിരുദ്ധമാണ്. ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ലാത്ത കാരണങ്ങളെ സമീപിക്കുകയാണ്. ഒരു മനുഷ്യനിൽ, ഒരു കുഞ്ഞിൽ കണ്ണേറ് ബാധിച്ചുകൂടെ? ബാധിക്കാം. നമ്മൾ കണ്ണേറ് നിഷേധിക്കുന്ന ആളുകളല്ല. അങ്ങനെ നിഷേധിക്കുന്ന ഒരു കമ്പനി വേറുണ്ട്. മുജാഹിദുകളെന്ന് പറഞ്ഞു നടക്കുന്നവരും പലരും ഇന്ന് കണ്ണേറ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയല്ല. അങ്ങനെ ഒരാളുടെ കണ്ണേറ് കൊണ്ട്, ഒരാളുടെ നോട്ടം മുഖേന എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കായി എന്നും, ആ വിശ്വാസം മുസ്ലിമീങ്ങളുടേതല്ല, തനിച്ച ജൂതന്റേതാണ് എന്നുമൊക്കെ, ഖുർആൻ വിരുദ്ധമാണെന്നും തനിച്ച ജൂതായിസമാണ് എന്നുമൊക്കെ ചില മൗലവിമാര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ മുജാഹിദുകളാണെന്നാണ്, ഐക്യപ്പെടാൻ പോകുന്ന മുജാഹിദുകളാണ്. ആയിക്കോട്ടെ, നല്ല തന്നെ. പക്ഷേ ആദർശപരമായി ഇസ്ലാമികമായി പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നതിൽ ഐക്യപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. കണ്ണേറുണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അതുകൊണ്ടൊരു പ്രയാസം ഒരാൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് ജൂതന്റെ വിശ്വാസമാണ്, അത് ഖുർആൻ വിരുദ്ധമാണ്, അത് ശിർക്കാണെന്ന് ഒരാൾ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവനെങ്ങനെ സുഹൃത്തുക്കളെ മുജാഹിദ് എന്ന് പറയാൻ സാധിക്കും? ആരെയൊക്കെ നമ്മൾ ജൂതന്മാരുടെ ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും? ആരെയൊക്കെ നമ്മൾ മുശ്രിക്കുകളുടെ ഗണത്തിൽ പെടുത്തേണ്ടി വരും? ആരെയൊക്കെ നമ്മൾ ഖുർആൻ വിരുദ്ധ ആശയങ്ങളുടെ വക്താക്കളായി പ്രചരിപ്പിക്കേണ്ടി വരും? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരമക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ 2 പേരമക്കളെയും അടുത്ത് കൂട്ടിപ്പിടിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിരുവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. രക്ഷിതാക്കളൊക്കെ മനപ്പാടമാക്കി വെക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണത്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്ത് പറയുകയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ 2 പേരമക്കൾക്ക് അള്ളാഹുവിന്റെ റസൂല് അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കാവൽ ചോദിച്ചിരുന്നു. എന്നിട്ട് പറയാറുണ്ട്, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്, മക്കളെ, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ 2 ഉപ്പ, ഇത് ഇസ്മാഈലിനും ഇസ്ഹാഖിനും ഇതേ രക്ഷാ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനും ഇതേ പ്രാർത്ഥന കൊണ്ട് ശരണം തേടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരമക്കളായ ഹസൻ, ഹുസൈൻ എന്നിവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? നിങ്ങൾക്കിരുവർക്കും വേണ്ടി ഞാനിതാ അള്ളാഹുവിന്റെ ഏറ്റവും സമ്പൂർണമായ കലിമത്തുകൾ, വാക്കുകൾ മുഖേന ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്നൊക്കെ? മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും. അത് മനുഷ്യപിശാച്ചാവട്ടെ ജിന്ന് പിശാച്ചാവട്ടെ, രണ്ടിലും ഉണ്ട് ശൈത്താൻ. മനുഷ്യവർഗത്തിലുമുണ്ട് ശൈത്താൻ, ജിന്ന് വർഗത്തിലുമുണ്ട് ശൈത്താൻ. ഏത് രൂപത്തിലുള്ള ശൈത്താനാവട്ടെ, എല്ലാ ശൈത്താന്മാരുടെ ഷർറിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. പിന്നെയോ വഹാമ്മത്തിൻ വമിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ. ഹാമ്മ്, ഹവാമ്മ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വിഷജന്തുക്കൾ, പാമ്പ്, തേള്, ഇനി അതേപോലെയുള്ള ഏതൊക്കെ വിഷജന്തുക്കളുള്ള ഉപദ്രവകാരികളായ ക്ഷുദ്രജീവികളുണ്ടോ അവയുടെയൊക്കെ ഷർറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി കാവൽ ചോദിക്കുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, ആക്ഷേപകാരിയായ എല്ലാ കണ്ണിന്റെ ഷർറിൽ നിന്നും.
ആക്ഷേപകാരിയായ കണ്ണിന്റെ ഷെറ് എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള നോട്ടത്തിന്റെ അത് മുഖേന ഉണ്ടാകാവുന്ന തിന്മകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് വേണ്ടി, പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഉമ്മമാരൊക്കെ ചെറിയ കുട്ടികളൊക്കെ വളർത്തുമ്പോൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഇത് ചെയ്യണം. അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കണം. ചെറിയ മക്കളല്ലേ. അപ്പൊ ആ രൂപത്തിലുള്ള നമ്മള് അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, രാത്രി ചൊല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, ഇതൊക്കെ സുഹൃത്തുക്കളെ നമ്മളൊരു ചിട്ടയായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ കഴിയാത്ത കൊച്ചു പ്രായത്തിലുള്ള മക്കൾക്ക് വേണ്ടി, ചെറിയ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അതൊക്കെ രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. അവരങ്ങനെ വളരണം. ചെറുപ്പത്തിലെ അതൊക്കെ അങ്ങനെ കേട്ട് ഒരു ഉമ്മയിൽ നിന്ന്, ഒരു ഉപ്പയിൽ നിന്ന് അതൊക്കെ കേട്ട് വളരുന്ന കുട്ടികൾ മറന്നുപോവില്ല. അതൊക്കെ സുബഹിയാകുന്നതിന്റെ മുമ്പ്, അഥവാ സുബഹി കഴിഞ്ഞത് സൂര്യ ഉദിക്കുന്നതിന്റെ മുമ്പ് അദ്കാറുസ് സബാഹുകൾ ചൊല്ലുന്നുണ്ട് എന്ന് മക്കൾ അറിയുമ്പോൾ, അസറിന്റെയും മഗ്രിബിന്റെയും ഇടക്ക് ഉമ്മ ഇത് ചെല്ലാറുണ്ട് എന്ന് വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ അത് അറിയുമ്പോൾ അവരെ കേൾപ്പിച്ച് ചൊല്ലിക്കോ. അവരറിയട്ടെ എന്താ ഉപ്പ ഇങ്ങനെ പെറുവിറുക്കുന്നത്, എന്താ ഉമ്മ ഈ പെറുവിറുക്കുന്നത്. കേവലം അതല്ല, അവരൊക്കെ അറിയട്ടെ ഇങ്ങനെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥന, പ്രദോഷത്തിലുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഉളുവെടുക്കുന്നത്, അങ്ങനെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് എല്ലാം നമ്മളിൽ നിന്ന് നമ്മുടെ വളരുന്ന തലമുറ കുഞ്ഞുമക്കൾ പകർത്തട്ടെ, പഠിക്കട്ടെ. അതിന് രക്ഷിതാക്കൾ കാരണക്കാരാവണം. സഹോദരങ്ങളെ, അതൊക്കെ നല്ല ആ ഒരു പ്രായത്തിൽ നമ്മൾ തന്നെ പരിശീലിപ്പിച്ചിങ്ങനെ കൊണ്ടുവന്നാൽ, നമ്മൾ മരിച്ചുപോയാലും ഈ മക്കൾ അതൊക്കെ ഇങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടേതായ മക്കളുടെ ആ പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ അതിന് ദിശാബോധം നൽകിയ, അതിന് മാർഗദർശനം നൽകിയ, അതിന് പ്രോത്സാഹനം നൽകിയ ഉമ്മമാരായ ഉപ്പമാരായ നമുക്ക് ലഭ്യമാകുമല്ലോ. തീർച്ചയാണത്. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, നാം നിങ്ങൾ മുൻകൂട്ടി ചെയ്തതൊക്കെ രേഖപ്പെടുത്തും. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊക്കെ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല വആസാറഹും, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ, നമ്മൾ തുടക്കം കുറിച്ച ചില നല്ല കാര്യങ്ങൾ ഉണ്ടാകും, അതിന്റെ ഫലങ്ങൾ നമുക്ക് ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കണ്ണേറിന്റെ ഒരു പ്രയാസം കുട്ടികൾക്ക്, അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ബാധിക്കുവോ? അങ്ങനെ ബാധിക്കാം, അങ്ങനെ സംഭവിക്കാം. കുട്ടികൾക്ക് അത് മുഖേന പ്രയാസങ്ങൾ ഉണ്ടാവാം. എന്ത് ചെയ്യണം? കരിവള അണിയിച്ചു കൊടുക്കലാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മാർഗം? അല്ല. കറുത്ത ചരട് ബന്ധിപ്പിക്കലാണോ അള്ളാഹുവിന്റെ റസൂല് കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ പറഞ്ഞ മാർഗം? അല്ല. ഏലസ് കെട്ടലാണോ? അതുപോലെ തന്നെ ഉറുക്ക് കെട്ടലാണോ? അതേ രൂപത്തിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കറുത്ത പൊട്ട് തൊടലാണോ? അതാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല. ശർഈയായി ഒരു കാര്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന സബബുകളല്ലാത്ത മറ്റു ശർഈയായ സബബുകൾ, ശർഈയായ മതപരമായിട്ട് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നിശ്ചയിച്ചു തന്നിട്ടുള്ള മാർഗങ്ങളല്ലാത്ത മറ്റു മാർഗങ്ങൾ തേടിപ്പോകുമ്പോൾ അത് ശിർക്കിലേക്കാണ് എത്തിച്ചേരുക. അത് ഗുരുതരമായ ഭവിഷ്യത്തായി മാറും. അതുകൊണ്ട് കണ്ണേറിന്റെ പേരും പറഞ്ഞിട്ടിങ്ങനെ ഐക്കല്ലും ഏലസും കറുത്ത പൊട്ടും കവളത്തോ അവിടെ ഇവിടെയൊക്കെ ഒരു കുത്തിടുക, അതുപോലെ തന്നെ കരിവള പ്രത്യേകമായ രൂപത്തിലുള്ള ഒക്കെ ശരീരത്തിൽ അണിയിക്കുക, ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും ഇല്ല. വേറെ ചില രാജ്യങ്ങളിൽ എന്ത് ചെയ്യും, പുലിപ്പല്ലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞു നിൽക്കുന്ന സാരുണ്ട്, അതായിരിക്കും ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. പുലിപ്പല്ലാണെന്ന് പറയും. അത് ഒരു കൂട്ടിന്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ധരിപ്പിക്കുന്നവരുണ്ട്. പിന്നെ വെള്ളിത്തകിടില് സ്വർണത്തിന്റെ ഇതിലൊക്കെ ഉള്ളിൽ കൂട്ടിലൊക്കെ പൊതിഞ്ഞ് പല രൂപത്തിലും പല സംസ്കാരങ്ങളും ശിർക്കൻ സമ്പ്രദായങ്ങൾ ഉണ്ട്. നമ്മുടെ മക്കളെ അതിൽ നിന്നെല്ലാം സുരക്ഷിതത്വത്തോടുകൂടെ വളർത്തേണ്ടതുണ്ട്. സുരക്ഷിതത്വത്തിൽ നിന്ന് വളർത്തേണ്ട. അതേ അവസരത്തിൽ കണ്ണേറേ ഇല്ല, അങ്ങനെ ഒരു കുട്ടി ഒരാൾ നോക്കി വിചാരിച്ചാൽ അങ്ങനെ സംഭവിക്കണേ, സംഭവിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് വിശ്വാസമല്ല, അതൊക്കെ തനിച്ച ജൂദായിസമാണ്. അങ്ങനെ ഒരാളുടെ നോട്ടം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകും. അത് ജൂദായിസമാണ്, അത് ഖുർആൻ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം, അത്തരത്തിലുള്ള പ്രചരണം ശരിയല്ല. കാരണം ആ പറയുന്നത് ഇസ്ലാമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരും ഈ കക്ഷികൾ? ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകളോട് നമുക്ക് വിനീതമായി ചോദിക്കാനുള്ളത്, കണ്ണേറുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹ് നിശ്ചയിച്ചൊരു കാരണമാണ്, അങ്ങനെ സംഭവിക്കാം.
ആ കാരണത്തെ അത് പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകും, ജൂതന്റെ വിശ്വാസമായി പോകും, ഖുർആൻ വിരുദ്ധമായി പോകും എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ആരെയൊക്കെ ആ ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും? അതിനാ ഞാനത് എണ്ണിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പെടുത്തേണ്ടി വരും, മഅദല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പെടുത്തേണ്ടി വരും, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെ പെടുത്തേണ്ടി വരും. ആ മാതൃക ലോകത്തിന്റെ മുമ്പിൽ അറിയിച്ചിരുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പെടുത്തേണ്ടി വരും, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പെടുത്തേണ്ടി വരും, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പെടുത്തേണ്ടി വരും. ഇത് റിപ്പോർട്ട് ചെയ്ത ലോകത്ത് ഇന്നേ വരെയുള്ള മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരെയും അവരുടെ ഗ്രന്ഥങ്ങളെയും ജൂദായിസം പ്രചരിപ്പിക്കുന്ന കിതാബുകളും ഖുർആൻ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും മുശ്രിക്കുകൾക്ക് ശിർക്ക് പ്രചോദനം നൽകുന്ന ഗ്രന്ഥങ്ങളുമായിട്ട് പറയേണ്ടി വരില്ലേ? എത്രമാത്രം അബദ്ധമാണത്. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാൻ എല്ലാ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ടേറ് എന്നുള്ളൊരു സംഭവം യാഥാർത്ഥ്യമാണ്. അതിന് സ്വീകരിക്കേണ്ട മാർഗത്തിൽ അന്ധവിശ്വാസികൾ അന്ധവിശ്വാസങ്ങൾ മാർഗങ്ങളായി സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അതിനോട് 100% വിയോജിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാനേ പാടില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളെ പിൻപറ്റേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. സന്ധ്യാസമയമായാൽ കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്. ഓ അന്ധവിശ്വാസം, അന്ധവിശ്വാസം, അന്ധവിശ്വാസത്തിലേക്കുള്ള പിൻവിളി, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. കുട്ടികളെ സന്ധ്യാസമയത്ത് ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങൾ ഇതിനൊക്കെ പണ്ടേ എതിർത്തവരാണ്, ഇപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് ഇവർ പറയുന്നു. നമ്മൾ പറയുന്നതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ടിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതും ഫകുഫു സിബിയാനകും ഫഇന്ന ശയാതീന തൻതശിറു ഹീന ഇദിൻ ഫഇദാ ദഹബ സഅത്തും മിനൽ ലൈൽ ഫഖല്ലൂഹും ഫഅഗ്ലിഖുൽ അബ്വാബ് വദ്കുറു ഇസ്മല്ലാഹ് ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖാ വഔകൂ ഖിറബകും വദ്കുറു ഇസ്മല്ലാഹ് വഖമ്മിറൂ ആനി واذكروا اسم الله ولو أن تعرضوا عليها شيئا وأطفئوا مصابيحكم. സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സന്ധ്യാസമയത്തായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കണം. ചെറിയ മക്കളെ പുറത്തിറങ്ങാതെ ആ സന്ധ്യാനേരത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിർത്തണം. കാരണം പിശാചുക്കൾ വ്യാപരിക്കുന്ന നേരമാണത്. രാത്രിയുടെ ഒരു മണിക്കൂറുകൾ അതിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു വരുമ്പോൾ അത് അനുസരിക്കലാണ് നമ്മുടെ ബാധ്യത. അതിന്റെ യുക്തിയും അതിന്റെ കാരണവും അന്വേഷിച്ചു പോകേണ്ടതില്ല. അതല്ലേ ഒരു മുസ്ലിം. എല്ലാത്തിനും നമുക്ക് കാരണം മനസ്സിലാവോ? എല്ലാത്തിനും നമുക്ക് തത്വം മനസ്സിലാവോ? എല്ലാം നമ്മുടെ യുക്തിയിൽ തന്നെ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവോ സുഹൃത്തുക്കളെ? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ, മതം എന്ന് പറയുന്നത് 100% നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അനുസരിച്ചായിരിക്കണം ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും എങ്കിൽ ഉളൂയിൽ കാലുകൾ കഴുകുന്നതിന് പകരമായിട്ട് അള്ളാഹു അവന്റെ ദൂതനിലൂടെ പഠിപ്പിച്ച ഒരു ഇളവാണല്ലോ കാലിൽ ധരിച്ചിട്ടുള്ള സോക്സിന്മേൽ തടവൽ. പക്ഷേ അങ്ങനെ നമ്മൾ കാല് കഴുകുന്നതിന് പകരമായി സോക്സിൽ തടവുമ്പോൾ നമ്മൾ തടവാർ എവിടെയാണ് തടവാറുള്ളത്? മുകൾ ഭാഗത്ത്, സോക്സിന്റെ മുകൾ ഭാഗത്താണ് തടവുക. നമ്മുടെ യുക്തി പറയുന്നത് എന്താ? എവിടെ തടവാനായിരിക്കും? അടിഭാഗത്ത്. കാരണം നടക്കുമ്പോ ചെളിയും പൊടിയൊക്കെ ഉണ്ടാകുക അടിഭാഗത്തല്ലേ. അപ്പൊ അവിടെയല്ലേ വെള്ളം കൊണ്ട് തടവേണ്ടത്. പിന്നെന്താ അവിടെ തടവാതെ മുകളിൽ തടവുന്നത് എന്താ എന്ന് നമ്മൾക്ക് ചോദ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്തേ അങ്ങനെ? അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചത്, അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. എന്താ അതിന്റെ പിന്നിലുള്ള യുക്തി? അള്ളാഹ് പഠിപ്പിച്ചു എന്ന യുക്തി തന്നെയാണ് നമുക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിലുള്ള യുക്തിയും തത്വമൊന്നും നമുക്ക് പിടികിട്ടിയില്ലെങ്കിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയുന്നതോടുകൂടി ഞാൻ ഒപ്പിട്ട് നൽകുകയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അതായി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്ക്ക് വല്ലാത്ത വെയിറ്റ് ഉണ്ട്.
ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയാ, എന്നിട്ടോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ചില കാര്യങ്ങളിൽ ഞാൻ മുഴുവനാണ് അംഗീകരിക്കുന്നില്ല, അത് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞുകൂടാ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല, അതുകൊണ്ട് അതെനിക്ക് അത്രയാണ് യോജിപ്പില്ല, ബാക്കിയുള്ളതിലൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ഉണ്ടോ ഒരു ഷഹാദത്ത്? അങ്ങനെയുണ്ടോ നമുക്കൊരു കലിമ? ഇല്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിനോട് 100% വിനീത ഭാവമുണ്ടാകണം. ഒരു മാനസികമായി വെറുപ്പോ ഒരു സംശയമോ പോലും ആ വിഷയത്തിൽ ഉണ്ടായിക്കൂടാ. ഇത് സത്യവിശ്വാസികളുടെ നിലപാടാണ് സുഹൃത്തുക്കളെ. പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞ നിലപാടാണ്. അതായിരിക്കണം മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ടത്. നേരെ മറിച്ച് ഞങ്ങൾ കേട്ടു എന്നാൽ ഞങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരല്ല എന്ന് പറയുന്നത് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത, ഉള്ളിൽ ഒന്ന് കൊണ്ടു നടക്കുകയും പുറമേക്ക് മറ്റൊന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തനിച്ച കപടന്മാരുടെ സ്വഭാവമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ വാതിലുകൾ അടക്കുമ്പോ ബിസ്മി ചൊല്ലണം. നിങ്ങൾ വാതിലടക്കുമ്പോ ബിസ്മി ചൊല്ലണം എന്ന് പറയാണ്. എന്താ ആ നിലക്ക് ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ ശൈത്താന് തുറക്കാൻ കഴിയൂല. അപ്പൊ യുക്തിവാദികൾ ചോദിക്കാണ്, മതയുക്തിവാദികൾ ചോദിക്കാണ്, ഓ ഇങ്ങനെ അടച്ച ശൈത്താന് ഇപ്പൊ അതൊന്നും തള്ളി തുറക്കാൻ വലിയ പണിയാണല്ലോ, ഇങ്ങനെ യുക്തിവാദം പറയാൻ പാടുണ്ടോ? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിസ്മി ചൊല്ലി അടച്ച വാതിൽ ശൈത്താൻ തുറക്കൂലാണ്, ശൈത്താന് പ്രവേശനമല്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിയാ ശൈത്താൻ പുറത്തു നിൽക്കുന്നു. എന്താ പോന് കൂടെ തള്ളി കയറിക്കൂടെ? ഒരാൾക്കാരും ചോദിച്ചൂടെ, എന്താ ശൈത്താൻ തള്ളിയാണ് കയറിയാൽ? അത് ബിസ്മില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, ഇസ്ലാമികമായ നിയമമാണത്. നിങ്ങൾ ബിസ്മി ചൊല്ലൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങൾ, വെള്ളങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളുടെ കെട്ടുകൾ നിങ്ങൾ ഭദ്രമാക്കി കെട്ടിവെക്കണം, ബിസ്മില്ല ചൊല്ലണം. നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങളുടെ പാത്രങ്ങളൊക്കെ വഖമ്മിറൂ ആനിയത്തക്കും, നിങ്ങളുടെ പാത്രങ്ങളൊക്കെ നിങ്ങൾ മൂടി വെക്കണം. വദ്കുറുസ്മല്ലാഹ്, അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലി പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. ഒന്നും മൂടി വെക്കാനുള്ള മൂടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അതിന്മേൽ കുറുകെ വെച്ചുകൊണ്ടെങ്കിലും, പാത്രം മുഴുവൻ മൂടായിട്ടുള്ള ഒരു പാത്രമൊന്നും നമ്മൾ എടുത്തില്ല, എന്നാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വസ്തു അതിന്മേൽ നിങ്ങളെ കുറുകെ ബിസ്മിയല്ലേ അവിടെ വെച്ചാൽ തന്നെ നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളുടെ ലൈറ്റുകൾ ഓഫ് ചെയ്യണം. വൈദ്യുത ഈ ലൈഫല്ല, അന്ന് എണ്ണയിൽ മുനിഞ്ഞ് കത്തുന്ന തിരികളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അണക്കാതെ ഊതിക്കെടുത്താതെ നിങ്ങൾ ഉറങ്ങരുത്. കാരണം ഫുവൈസിക്കത്ത് അതുകൊണ്ട് പോയിട്ട് തീപിടുത്തുണ്ടാക്കും, നിങ്ങളെ കരിച്ചു കളയും. കാരണം എലി പോലെയുള്ള ക്ഷുദ്രജീവികൾ ഈ നെയ്ത്തിരി കണ്ട് കടിച്ചു പിടിച്ചു കൊണ്ടുപോയിട്ട് ആ തീ കൊണ്ട് മട്ടുപ്പാവിൽ കയറിയിട്ട് അവിടെ ആകെ തീ പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ തീകളൊക്കെ അണച്ചിട്ടല്ലാതെ കിടക്കരുത്. ഈ ദുന്യാവിൽ പോലും തന്റെ ഉമ്മത്തിന് ഒരു തീ സ്പർശിക്കരുതെന്ന് ആഗ്രഹിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തുള്ള തീ എന്റെ ഉമ്മത്തിന് ഒരിക്കലും ബാധിക്കരുതെന്ന് ഏറെ നിഷ്കർഷിച്ച, ഈ ലോകത്തിന് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് ഏറെ ആഗ്രഹമുണ്ടായിരുന്ന, നമ്മോട് വാത്സല്യമുണ്ടായിരുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ നിർദ്ദേശങ്ങളോടൊന്നും നമുക്ക് പരിഹാസം തോന്നരുത്, പുച്ഛം തോന്നരുത്. അതിനോടൊക്കെ ഒരു വിനീത ഭാവവും, ഞാൻ അനുസരിച്ചിരിക്കുന്നു, എനിക്കതിന്റെ യുക്തി ബോധ്യമാവട്ടെ ബോധ്യമാവാതിരിക്കട്ടെ, എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹീഹാണെങ്കിൽ ഞാനിതാ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വസല്ലംന, ഞങ്ങളിതാ അംഗീകരിക്കുന്നു. ആ മനസ്സാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. നമുക്കതിന് തൗഫീഖ് അള്ളാഹു എപ്പോഴും എപ്പോഴും പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം ലോകത്തിന്റെ കുതിപ്പിനും കിതപ്പുകൾക്കുമിടയിൽ വിശ്വാസങ്ങൾ പലതും മടിയറ വെച്ചുകൊണ്ട് മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നേരിന്റെ മാർഗത്തിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ കഴിയണം. ആ തൗഫീക്കിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും തേടുന്നത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവേ, എന്റെ ഹൃദയത്തെ നിന്റെ യഥാർത്ഥമായ ദീനിൽ നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ കാഴ്ചപ്പാടിൽ തന്നെ എന്നെന്നും എന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കൽ എപ്പോഴും ആവശ്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ കൃത്യമായി സുന്നത്തുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിടത്ത് കണിശമായി നിൽക്കണം എന്ന് വീറോടെ വാദിച്ച പലർക്കുമെന്ന് നാവുകൾക്ക് കൂച്ചുവിലങ്ങിടപ്പെട്ടിരിക്കുന്നു. അവർക്കിന്നത് പറയാനാവില്ല, അവർക്കിന്നത് പറയാൻ കഴിയില്ല, അവർക്കിന്ന് അവയോട് പുച്ഛമാണ്. റബ്ബിന്റെ പ്രത്യേകമായ
ഒരു തൗഫീക്ക് വേണം സുഹൃത്തുക്കളെ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായി നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങളൊക്കെ മുഖവിലക്കെടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഒരുപാട് പ്രതിസന്ധികളിലേക്ക് പോകാനുള്ളവരാണ് വരും തലമുറ. അവർക്ക് കാവൽ, അള്ളാഹുവിന്റെ കാവലുണ്ടാകണം. അതിന് ചെറുപ്പത്തിലെ അവർക്ക് നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണോ, നമ്മൾ ചെയ്തു കൊടുക്കണോ, നമ്മളുടെ ശിക്ഷണത്തിൽ അവർ എന്തൊക്കെ കണ്ടും കേട്ടും വളരണോ, രക്ഷിതാക്കൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതേ അവസരത്തിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് കുട്ടികൾ കണ്ടു വളരുന്നതെങ്കിലോ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലേക്കായിരിക്കും പോവുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ രൂപത്തിൽ കുട്ടികളെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ശീലിപ്പിക്കേണ്ടതുണ്ടോ അവക്കൊക്കെയുള്ള പ്രോത്സാഹനങ്ങളും ആ രൂപത്തിലുള്ള കാര്യങ്ങളും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം, സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധിക്കുന്ന നിലക്കുള്ള 3 വിധത്തിലുള്ള രക്തങ്ങളുണ്ട്. ഒന്ന് മെൻസസ് അഥവാ ആർത്തവം, മറ്റൊന്ന് രോഗം കാരണമായിട്ടുണ്ടാകുന്ന ബ്ലീഡിംഗ്, ഒന്നാമത്തത് മെൻസസ് എന്നറിയപ്പെടുന്നു, ആർത്തവം എന്ന് മലയാളത്തിൽ പറയുന്നു, അറബിയിൽ ഹൈല് എന്ന് വിവേചിക്കപ്പെടുന്ന മാസമുറ. രണ്ടാമത്തത് ബ്ലീഡിംഗ് അഥവാ ഹൈൽ അല്ല, അത് ആർത്തവ രക്തമല്ല, രോഗം കാരണമായിട്ടുണ്ടാകുന്നതാണ്, അത് ബ്ലീഡിംഗ് ആണ്. അതിന് അറബിയിൽ പറയുന്ന പ്രയോഗം ഇസ്തിഹാലത്ത് എന്നാണ്, അതിന്റെ വിധി വേറെയാണ്. മൂന്നാമത്തതാണ് അന്നിഫാസ്, പ്രസവരക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ. നിഫാസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രസവത്തോടനുബന്ധിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രക്തത്തിനാണ്, ആ അവസ്ഥക്കാണ് നിഫാസ് എന്ന് പറയുന്നത്. അത്തരം ഘട്ടങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ആളുകൾ 40, 60, 90 ഒക്കെ കഴിഞ്ഞിട്ടാണ് നിസ്കാരം തന്നെ തുടങ്ങുക. എന്താണ് ഇതിന്റെ ഈ നിഫാസ് എന്ന് പറയുന്ന ഈ പ്രസവരക്തം, അതിന്റെ ചുരുങ്ങിയ കാലയളവ് എത്രയാണ് ദീർഘിച്ച കാലഘട്ടം? പണ്ഡിതന്മാർ ആ വിഷയത്തിൽ, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, അജ്മഅ അഹ്ലുൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നുഫസാ تقعد عن الصلاة 40 يوما إلا أن ترى الطهر قبل ذلك فتغتسل وتصلي. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബികളായ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടായിട്ടില്ല. ഏത് വിഷയത്തിൽ? അന്നന്നുഫസാ, പ്രസവരക്തം വമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ 40 ദിവസം അവരുടെ നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിന്റെ മുമ്പ് ശുദ്ധി കണ്ടാൽ ഒഴികെ, 40ന്റെ മുമ്പ് ശുദ്ധി എപ്പോ കാണുന്നുവോ ഫതഗ്തസിലു വതുസല്ലി, അവൾ ഉടനെ കുളിച്ച് ശുദ്ധിയായി നമസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ രക്തം എപ്പോൾ നിലക്കുന്നുവോ അതാണ് മാനദണ്ഡം, അല്ലാതെ ദിവസമില്ല. പ്രസവിച്ച് 40 അല്ലെങ്കിൽ 21, 56, 60, 90 എന്ന കണക്കല്ല. എപ്പോഴാണോ ഒരു സ്ത്രീ പ്രസവിച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രക്തം നിലച്ചു പോയത് അത് മുതൽ, അത് ചിലപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും ചുരുങ്ങിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മജ്ജത്തൻ, 1 സെക്കൻഡാണ്. ആ ഒരൊറ്റ പ്രസവത്തോടുകൂടെ തന്നെയാണ് കഴിഞ്ഞു. പിന്നെ രക്തമൊന്നും വരാത്ത സ്ത്രീകളും ഉണ്ടാവും. എപ്പോഴാണ് കുളിക്കേണ്ടത്? അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത മണിക്കൂർ തന്നെ അവർ കുളിക്കണം, ശുദ്ധിയാവണം, സ്കരിക്കണം. അപ്പൊ അങ്ങനെ എപ്പോഴാണോ ഇത് നിലക്കുന്നത്, അത് ചിലപ്പോൾ 7-നുണ്ടാവും, ചിലപ്പോൾ 14 അല്ലെങ്കിൽ 21, 22 ദിവസമൊക്കെ ആയാലും ഏതാണ്ട് അധിക സ്ത്രീകളും 10-20 ദിവസം കൊണ്ട് തന്നെ ശുദ്ധിയാവും. ഇത് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ കിടക്കല, 40 കഴിഞ്ഞിട്ടില്ല, 40 എന്നുള്ളൊരു ദിവസം ആരോ പണ്ട് പഠിപ്പിച്ചു കൊടുത്തത്, 40 കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 56 കഴിയട്ടെ, എന്നിട്ട് 60 കഴിയട്ടെ, അല്ലെങ്കിൽ 90 കഴിയട്ടെ, അങ്ങനെ തിന്നു കിടക്കും. നിസ്കരിക്കൂല്ല, ഒന്നുമില്ല, നോമ്പുമില്ല. പണ്ട് കാലത്ത് ആളുകളോട് ചിലപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്, അത് പണ്ട് ഈ 40, 60, 90 ഒക്കെ പറയുന്നത് പാവപ്പെട്ട ദരിദ്ര വീടുകളിലൊക്കെ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വറ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നാലേ കിട്ടുള്ളൂ. പണ്ട് ആണുങ്ങൾക്കാണുള്ള വറ്റ് കൊടുക്കുക, പെണ്ണുങ്ങൾ പാവം അകത്തുനിന്ന് ഈ വെള്ളം കുടിക്കലാണ്. കഞ്ഞിയിലുള്ള വറ്റൊക്കെ ഊറ്റിയിട്ട് നല്ല വറ്റോടുകൂടെയുള്ള കഞ്ഞി പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആണുങ്ങൾക്ക് കൊടുക്കും. അകത്ത് പെണ്ണുങ്ങളോ ദാരിദ്ര്യമുള്ള വീടുകളിലുള്ള കാര്യമാണ് പറയുന്നത്. അവർക്കെന്താ? അവർക്ക് ഈ വെള്ളം തന്നെ. പിന്നെ ഒന്ന് തേങ്ങ അരച്ചിട്ട കഞ്ഞിയും അതുപോലെ തന്നെ കുറച്ച് ഒരു പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങളും കുറച്ച് നെയ്യും കുറച്ച് മാംസമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിലേ കിട്ടുള്ളൂ. അപ്പൊ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പെണ്ണുങ്ങൾ പൂർത്തിയാവോളം അങ്ങനെ കിടക്കും, 40, 60, 90 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിസ്കാരം ഒഴിവാക്കണ്ട, നിസ്കാരം ഒഴിവാക്കാണ്. നിസ്കാരം ഒഴിവാക്കാതൊന്നും ബാധകല്ല. ഇന്നിപ്പോ എല്ലാ കാലത്തും ആളുകൾക്ക് നല്ല വൈറ്റമിൻസ് ഉള്ള ഫുഡാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ കടത്തത്തിന്റെ ആവശ്യമില്ല.
പക്ഷെ എന്നാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആ പഴയ ചിന്തയിൽ തന്നെ എപ്പോഴും 40 ചെയ്യട്ടെ, അത് 60 ചെയ്യട്ടെ, അത് 90 ചെയ്യട്ടെ. അങ്ങനെയല്ല, എപ്പോഴാണോ ബ്ലീഡിങ് അഥവാ രക്തസ്രാവം അവസാനിക്കുന്നത് അത് മുതൽ അവൾ കുളിക്കണം, അവൾ ശുദ്ധിയാവണം, അവൾ നിസ്കരിക്കണം. അത് മുതൽ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധവും ആവാം. അതല്ലെങ്കിലോ നിഫാസുള്ള ഘട്ടത്തിലും നിസ്കാരം പാടില്ല, നോമ്പ് പാടില്ല, ലൈംഗിക ബന്ധവും നിഷിദ്ധമാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം. ഇനി സഹോദരന്മാരെ, ഇത് 60, 70 എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഇതിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല. ഇതിന്റെ 4 അവസ്ഥകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അതൊന്ന് ചുരുക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 4 ഘട്ടങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, 40 തികയുന്നതിന്റെ മുമ്പ് തന്നെ ബ്ലീഡിംഗ് നിലക്കുന്ന സ്ത്രീകളുണ്ട്. 40 ആവണ്ട, ഞാൻ പറഞ്ഞ 7, 14, 22 അല്ലെങ്കിൽ 36 ഒക്കെ കഴിയുമ്പോൾ തന്നെ ബ്ലീഡിംഗ് നിലക്കുന്ന സ്ത്രീകളുണ്ടാവും. അവരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാണ്, അങ്ങനെ ബ്ലീഡിംഗ് നിലച്ചു, പിന്നെ വലായ എഴുതുപാരുതാലിക്ക, പിന്നെ ബ്ലഡ് അവർ കാണുന്നേയില്ല, പിന്നെ ബ്ലഡ് ഇല്ല, പിന്നെ അങ്ങനെ യാതൊന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ എപ്പോഴാണോ ബ്ലഡ് വരുന്നത് അവസാനിച്ചത്, ഫൈനഹാ തഗ്തസിലു വതസൂമു വതുസല്ലി, ഒരു ഒപ്പം കുളിച്ച് ശുദ്ധിയാവണം, നോമ്പെടുക്കണം, നിസ്കരിക്കണം. ഇനി രണ്ടാമത്തെ ഘട്ടം, 40ന്റെ മുമ്പ് തന്നെ ബ്ലഡ് മുറിഞ്ഞതായി കണ്ടു, പക്ഷേ സുമ്മ എഴുതു 40 തികയുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പിന്നെയും ബ്ലീഡിംഗ് കണ്ടു. അങ്ങനെയാകുമ്പോ എന്താണ് ഈ അവസരത്തിൽ ഫഫീ ഹാദിഹിൽ ഹാൽ, ഇത്തരം ഘട്ടങ്ങളിൽ എപ്പോഴാണോ ബ്ലഡ് മുറിഞ്ഞത് അപ്പോൾ അവൾ കുളിക്കുകയും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അത് വീണ്ടും മടങ്ങി വന്നാൽ അവൾ മനസ്സിലാക്കണം ഇത് പ്രസവരക്തം തന്നെയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യണ്ട, നോമ്പെടുക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തത്, അന്നസ്തമിറ മഅഹാ ഇലാ തമാമിൽ 40, 40 ദിവസം വരെ ബ്ലഡ് വന്ന് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ എന്ത് ചെയ്യണം, ഫതജിലിസു ജമീഅ ഹാദിഹിൽ മുദ്ദ, ഈ 40 ദിവസവും അവൾ പ്രത്യേകമായി തന്നെ കാത്തിരിക്കണം. നിസ്കാരോ നോമ്പോ ഒന്നും അവൾക്ക് ബാധകം അല്ല. എന്നിട്ട് ബ്ലഡ് എപ്പോഴാണോ മുറിഞ്ഞ് ശുദ്ധിയായത്, അത് ശുദ്ധിയാകുന്നതിന് കൃത്യമായി പറഞ്ഞു, ഒരു മഞ്ഞ നിറമോ കലർപ്പ് നിറമോ ഇല്ലാത്ത നിലക്ക് കൃത്യമായ നിലക്കുള്ള ശുദ്ധീകരണം അനുഭവപ്പെട്ട് അത് സ്ത്രീകൾക്ക് മനസ്സിലാകും. അങ്ങനെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശുദ്ധിയായിട്ടുണ്ട്, ഉടനെ കുളിക്കണം. അഥവാ ആ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തി അവരുടെ ഇബാദത്തുകളെ അവർ തുടരണം. ഇതാണ് മൂന്നാമത്തെ സ്ഥിതി. നാലാമത്തത് അൻയുജാവിസൽ 40, 40 കഴിഞ്ഞു, 40 കഴിഞ്ഞിട്ട് പിന്നെയും ബ്ലഡ് നിലച്ചിട്ടില്ല എങ്കിൽ ഇത് 2 നിലക്കുണ്ടാകും. പണ്ഡിതന്മാർ പറയുന്നു 2 നിലക്കുണ്ടാകും. ഒന്ന്, 40 കഴിഞ്ഞിട്ട് ബ്ലഡ് നിലച്ചിട്ടില്ലാത്ത സ്ത്രീ, അവൾക്ക് 40 കഴിഞ്ഞ ആ സമയത്ത് ഹൈലിന്റെ പീരീഡ് ആണെങ്കിൽ അത് അവൾ ഹൈലായി കണക്കാക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഹൈലിന്റെ പീരീഡ് ആയിട്ടില്ല, പിന്നെയും തുടർന്നാലോ 40 ദിവസം കഴിഞ്ഞാൽ അവൾ അത് നിഫാസായി കണക്കാക്കേണ്ടതില്ല, മറിച്ച് അവൾ നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം പല പണ്ഡിതന്മാരും വിവരിച്ചു തന്നിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരിമാര് ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു കേസാണിത്, ഒരു പ്രശ്നമാണിത്. അതിൽ അലംഭാവം പാടില്ല. തനിക്ക് എപ്പോൾ ശുദ്ധിയായോ, അത് നിഫാസിന്റെ മാത്രം പ്രശ്നമല്ല സഹോദരിമാരെ, ഹൈലിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. ഹൈലാവട്ടെ നിഫാസാവട്ടെ, എപ്പോൾ അത് മുറിയുന്നുവോ, അത് പരിശോധനയിൽ തെളിയുന്നുവോ, കൃത്യമായി അവർ ഉടനെ തന്നെ, അലംഭാവം പാടില്ല, കുളിച്ച് ശുദ്ധിയായി അവരുടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് നീട്ടിവെക്കരുത്. ആരും അറിഞ്ഞിട്ടില്ലല്ലോ, എന്റെ കേസല്ലേ, പക്ഷെ അള്ളാഹു അറിഞ്ഞില്ലേ? അള്ളാഹുവിന് അറിയാമല്ലോ. നമ്മുടെ അലസത കൊണ്ട് നമ്മുടെ ഒരു വഖത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ അലസത കൊണ്ട് നമ്മുടെ വഴി ഇബാദത്തിൽ വീഴ്ച വന്നാൽ, സഹോദരിമാരെ, ആരറിഞ്ഞില്ലെങ്കിലും പരലോക കോടതിയിൽ എല്ലാ രഹസ്യങ്ങളും വിചാരണ ചെയ്യപ്പെടുന്ന ലോകത്ത് ഇതൊരാളുടെ മുമ്പിലും മറച്ചുവെക്കാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോൾ ശുദ്ധിയായ സമയം ഉടനെ നമ്മൾ കുളിച്ച് ശുദ്ധിയാവണം. എന്നിട്ട് നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ അതിൻ്റെതായ കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് നല്ലൊരു സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ അവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാ ഗൂഢശക്തികളുടെയും ശ്രമങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.